ഓം ശാന്തി. വിഷു വിളവെടുപ്പിൻ്റെ ഉത്സവമാണല്ലോ, സമൃദ്ധിയുടെ ഉത്സവം. ധനധാന്യ സമൃദ്ധി, പച്ചക്കറികളും പഴങ്ങളും എല്ലാം നിറഞ്ഞ് കർഷകരുടെ ഏറ്റവും വലിയ ആഘോഷമാണല്ലോ. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ധനത്തിനും ധാന്യങ്ങൾക്കും മറ്റ് സാധന സാമഗ്രികളെല്ലാം നിറഞ്ഞൊരു ജീവിതമാണ്. സമൃദ്ധി ബാഹ്യതലത്തിൽ വളരെ കൂടുതലാണ്. സാധനങ്ങളുടെ ഒരു പ്രളയം തന്നെയല്ലേ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം നമുക്ക് കൂടുതലാണ്. അന്നമാണെങ്കിലും കൂടുതലാണ്, വസ്ത്രമാണെങ്കിലും കൂടുതലാണ്. ഒരു ഫോണിൻ്റെ സ്ഥാനത്ത് 2 ഫോണാണ് നമ്മുടെയൊക്കെ കയ്യിൽ. അപ്പോൾ സാധന സാമഗ്രികൾ കുറവില്ല. പക്ഷേ നമുക്ക് ഇന്ന് നിറവിൻ്റെ കുറവ് എവിടെയാണ് അനുഭവപ്പെടുന്നത്? ആന്തരിക ലോകത്തിലാണ്. മനസ്സുകളുടെ അവസ്ഥ എന്താണ്? സുഖവും ശാന്തിയും സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട ഒരവസ്ഥ. പിന്നെയോ സുഖത്തിന് വേണ്ടിയിട്ടുള്ള പാച്ചിൽ നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എവിടെയാണ്? ലഹരി എന്ന ചെകുത്താൻ്റെ കൈകൾക്കുള്ളിലേക്ക്, ആ അസുരൻ്റെ വായിലേക്ക് നമ്മൾ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ലഹരി എന്ന പെരുമ്പാമ്പ് മാനവജാതിയെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കരയാകെ ഈ പെരുമ്പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട ഒരവസ്ഥയാണ്. ആബാലവൃദ്ധം ജനങ്ങളും, നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് പോലും ഇതിൽ നിന്ന് ശാപമോക്ഷം ഇല്ല എന്നുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് ഈ വർഷത്തെ വിഷുഫലം നമുക്കെല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ലഹരി വസ്തുക്കളോടും നോ പറയാം. ജീവിതം തന്നെ ഒരു ലഹരിയാക്കി മാറ്റാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? സുഖം തേടി പുറത്തേക്കല്ല അലയേണ്ടത്. സുഖം, അതീന്ദ്രിയമായ സുഖം, മനോസുഖം, അത് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന സാധനമാണ്. അതിന് നമുക്ക് നമ്മുടെ ആന്തരിക ലോകത്തിലേക്കാണ് യാത്ര ചെയ്യേണ്ടത്. ഒരു ചില്ലിക്കാശ് പോലും ചെലവില്ലാതെ നമുക്ക് യഥാർത്ഥ ജീവിത സുഖം, ജീവിത ലഹരി, ജീവിതം തന്നെ ഒരു ആഘോഷമാക്കി മാറ്റാം. ജീവിതം തന്നെ ഒരു ലഹരിയാക്കി മാറ്റാം. അതിനെന്ത് ചെയ്യണം? അന്തർമുഖിയാകണം. അന്തർമുഖി സദാ സുഖി എന്നാണ് പറയുക. അകത്തെ ലോകത്തിലേക്കുള്ള യാത്രയുടെ പേരാണ് ധ്യാനം. ധീയാനം എന്നാ പറയാ, ബുദ്ധി കൊണ്ടുള്ള യാത്ര. ഞാൻ ഈ നശിക്കുന്ന ദേഹമല്ല, ഞാനൊരു അനശ്വര ചൈതന്യമാണെന്ന സ്മൃതി നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ഒരു നിമിഷ നേരം നിങ്ങൾ സൈലൻസിലിരുന്ന് നോക്കൂ. മധുരമായ ശാന്തി നമ്മുടെ മനസ്സിനെ നയിക്കുന്നത്, വളരെയധികം ആന്തരികമായ ശാന്തിയുടെ ശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയും. ശാന്തി നമ്മളെ നയിക്കുന്നത് സുഖത്തിലേക്കാണ്, സന്തോഷത്തിലേക്കാണ്. അതിനാൽ എല്ലാവർക്കും കുടുംബസമേതം ഒരു ലക്ഷ്യം വയ്ക്കാം. സുഖം തേടി പുറത്തേക്കല്ല പായേണ്ടത്, അകത്തേക്കുള്ള ഓട്ടമത്സരമാണ് നമുക്ക് നടത്തേണ്ടത്. അതിനുവേണ്ടി രാജയോഗ ധ്യാനം പരിശീലിക്കും. നമുക്ക് സർവഗുണസമ്പന്നരായിട്ട് മാറണം. അതാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം, അല്ലേ? ഗുണങ്ങളുടെ ഒരു നിറവാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഒന്ന്, നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക. കാരണം നമ്മുടെ ഉള്ളിൽ, ആത്മാവിൻ്റെ ഉള്ളിൽ എല്ലാ ഗുണങ്ങളുടെയും ഒരു ഖനിയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ സ്മരിച്ചാൽ തന്നെ, നമ്മൾ ആരാണെന്ന് ഓർമ്മിച്ചാൽ തന്നെ നമുക്ക് ഗുണവാന്മാരായി മാറാം. രണ്ടാമത്തത്, നമ്മുടെ കൂടെയുള്ള എല്ലാവരും സർവ്വഗുണങ്ങളുടെയും ഖനികളാണ്. ഓരോരുത്തരെയും നമ്മൾ ആത്മചൈതന്യങ്ങളായി ഓരോരുത്തരുടെയും ഗുണങ്ങളെ കാണാൻ തുടങ്ങിയാൽ അവരിലെ ഗുണങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോഴും നമ്മൾ ഗുണവാന്മാരായി മാറും. മൂന്നാമത്തത്, എല്ലാ ഗുണങ്ങളുടെയും കടൽ സർവശക്തിവാൻ പരമാത്മാവാണ്. ആ ഗുണസാഗരമായ ഈശ്വരനുമായി നമുക്ക് മനസ്സുകൊണ്ടുള്ള കണക്ഷൻ, മന്മനാഭവയായി ജീവിക്കാൻ കഴിഞ്ഞാൽ ആ കടലിൽ നിന്ന് നമ്മളിലേക്ക് സർവഗുണങ്ങളുടെയും ഒഴുക്കുണ്ടാകും. അതിനെയാണ് രാജയോഗ ധ്യാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വർഷം നമുക്കെല്ലാവർക്കും ഈ വിഷുപ്പുലരി, വിഷുഫലം ഗുണവാന്മാരായി മാറാനും ഗുണങ്ങളെ കാണാനും സർവഗുണസാഗരമായ പരമാത്മാവുമായി മനസ്സുകൊണ്ട് ബന്ധം വെച്ച് ഒരു രാജയോഗി ജീവിതത്തിലൂടെ ഒരു ആത്മീയ ലഹരിയുള്ളവരായി മാറി ജീവിതം ഒരു ലഹരിയാക്കി മാറ്റി എല്ലാ ലഹരികളോടും, നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ജീവിതത്തെയും ബന്ധങ്ങളെയും നശിപ്പിക്കുന്ന എല്ലാ ലഹരി വസ്തുക്കളോടും നമുക്ക് നോ പറയാം. ഓം ശാന്തി.